ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലുള്ള കുട്ടികളായാലും മുതിർന്നവരായാലും സ്കൂളിലും ജോലിക്കൊക്കെ പോകുമ്പോൾ അവരുടെ ലഞ്ച് ബോക്സിൽ വെക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കിലോ വെണ്ടയ്ക്ക കഴുകി വെള്ളം തുടച്ച് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് പിഞ്ച് വെണ്ടയ്ക്ക ആയിരിക്കും കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് ആ വെണ്ടയ്ക്ക നീളത്തിൽ മുറിച്ചിട്ട് ഇതുപോലെ വീതി കുറച്ച്, എത്രയും വീതി കുറയ്ക്കാമോ അത്രയും വീതി കുറച്ച് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ചാലുണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. മിക്കവാറും കുട്ടികൾക്കും മുതിർന്നവർക്ക് ചിലർക്കാണെങ്കിലും ഈ വെണ്ടയ്ക്കൊന്നും അധികം ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വെണ്ടയ്ക്ക അവരെ കഴിപ്പിക്കാൻ പറ്റിയൊരു കിടിലൻ റെസിപ്പിയാണ്. അതുപോലെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ വീട്ടമ്മമാരുടെ ജോലി പകുതി എളുപ്പമാവും, പകുതി കുറയും. കാരണം ഇങ്ങനെ ഒരു കറിയും പിന്നെ എന്തെങ്കിലും ഒരു ചാറ് കറിയോ ഒരു അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രുചിയോടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇപ്പോൾ വെണ്ടയ്ക്കയെല്ലാം ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ വെണ്ടയ്ക്കയിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂണോളം കടലമാവ് ഇട്ട് കൊടുക്കാം. കടലമാവ് ഇല്ലെങ്കിൽ മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരല്പം കുരുമുളക് പൊടി, അതിനുശേഷം കുറച്ച് മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്ര ഉപ്പ് മതിയോ? ഇനി ഇതൊന്ന് നല്ലപോലെ കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒട്ടും ഒഴിക്കണ്ട കേട്ടോ. കാരണം ഈ വെണ്ടയ്ക്കയിൽ തന്നെ അല്പം വഴുവഴുപ്പുള്ള ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഈ പൊടിയെല്ലാം നന്നായിട്ട് കഷ്ണങ്ങളിലേക്ക് പിടിച്ചോളും. ഇപ്പോൾ ആദ്യം ഇളക്കുമ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നിയാലും കുറച്ച് കഴിഞ്ഞും ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വരും. ഇപ്പോൾ ഒരല്പം കായം പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇളക്കിയപ്പോൾ കണ്ടില്ലേ, ആ പൊടിയെല്ലാം ഈ കഷ്ണങ്ങളിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് 5 മിനിറ്റ്, 5 അല്ലെങ്കിൽ 3 മിനിറ്റ് ആയാലും മതി, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവുമ്പോൾ നമ്മൾ ഈ വെണ്ടയ്ക്ക മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിട്ട് വറുത്ത് കോരാം. അപ്പോൾ ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക. ഇങ്ങനെ ഇടുമ്പോൾ ഇതിനകത്തൊരു വഴുവഴുപ്പുള്ള ഇതുണ്ടല്ലോ, അപ്പോൾ ഈ വെണ്ടയ്ക്കയെല്ലാം ഇതുപോലെ കൂടിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇളക്കുമ്പോൾ ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ചിക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ എല്ലാം ഒന്നൊന്നിൽ തൊടാതെ നമുക്ക് വറുത്ത് കോരാൻ പറ്റും. ഇങ്ങനെയെല്ലാം ചിക്കിയിട്ട് കൊടുക്കുക. പിന്നെ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വെണ്ടയ്ക്കയുടെ പച്ചപ്പ് പരമാവധി നഷ്ടപ്പെടാതെ നമ്മൾ വറുത്ത് കോരാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ വെണ്ടയ്ക്ക പകുതി വേവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഉതിർത്തിയിട്ട് കൊടുക്കാം. കാരണം വേപ്പില ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വേപ്പില കരിഞ്ഞു പോകാനും അതിൻ്റെ കളറ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക പകുതി വേവാകുമ്പോൾ നമ്മൾ വേപ്പില ഇട്ട് കൊടുത്താൽ മതി. അത് ഓരോ ട്രിപ്പിനും അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഏകദേശം വേവായിട്ടുണ്ട്. നന്നായിട്ട് വറുത്ത് ഇതായി നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം. എന്നിട്ട് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതധികം എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. കാരണം നമ്മൾ വളരെ കനം കുറച്ചാണല്ലോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ കുടിക്കുന്നുള്ള പേടിയും വേണ്ട. അപ്പോൾ എല്ലാം നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുട്ടികളുടെ ആണെങ്കിലും മറ്റുള്ളവരുടെ ആയാലും ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജോലിഭാരം പകുതി കുറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള വെണ്ടയ്ക്കയും കൂടി നമ്മൾ വറുത്ത് കോരുകയാണ്. ഇനി ഇതെല്ലാം വറുത്തിട്ട് ലാസ്റ്റ് ഒരു ഐറ്റം കൂടി നമുക്ക് വറുക്കാനുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് മുറിച്ചിട്ട് അതും കൂടി വറുത്തെടുക്കാം നമുക്ക്. ഇപ്പോൾ വറ്റൽമുളക് പാകമായിട്ടുണ്ട്. ആ വറ്റൽമുളക് കൂടി കോരി നമുക്ക് ഈ വെണ്ടയ്ക്കയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയെല്ലാം ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കിടിലൻ സാധനമാണ്. നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം, ഇതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടാതിരിക്കാൻ. അപ്പോൾ വീണ്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.